നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഹറാമുകളായിട്ട് കടന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതിനെ സംബന്ധിച്ച് കൃത്യമായി അവബോധമുണ്ടായിരിക്കുക. ചോദിക്കുക. പഠിക്കാനും വായിക്കാനും കേൾക്കാനും ഒന്നും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ഏറ്റവും മിനിമം ചോദിക്കുകയെങ്കിലും അറിവുള്ളവരോട് എന്ത് ചെയ്യുക, ആ വിഷയങ്ങൾ ചോദിക്കുക. ചോദിച്ചുറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പ്രവർത്തിക്കുക. എന്തൊരു കാര്യം ജീവിതത്തിൽ നിങ്ങൾ നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ അത് എന്താ പറയാ, വളരെ ഗൗരവപ്പെട്ട വിഷയമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മക്കളല്ലേ, എൻ്റെ വാപ്പയുമല്ലേ, എൻ്റെ കച്ചവടമല്ലേ നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിനെ ഓരോന്നിലും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിന്റെ ജീവിതത്തിൽ ഇത്ര വർഷമായി നീ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനം അത് ഹറാമായ പ്രവർത്തനമാണ് എന്ന് റബ്ബ് നമ്മളോട് പറയുന്ന ആഖിറത്തിൽ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളോട് പറയുമ്പോൾ അറിയുന്നൊരവസ്ഥ, നമുക്ക് ആ ഒരു അവസ്ഥ നമ്മൾ എത്ര ഗുരുതരമായ അവസ്ഥയാണ്, എത്ര വലിയ മോശ അവസ്ഥയാണ്. നമ്മൾ ഇത്രയും കാലം ദിവസവും ചെയ്ത് പോരാ ഒരു ഹറാമ്. നമ്മൾ പഠിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, ആരോട് ചോദിച്ചിട്ടുമില്ല. എന്നിട്ട് റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ റബ്ബ് നമ്മളോട് ഈ കാര്യം പറഞ്ഞ് ഇത് നിന്റെ ജീവിതത്തിൽ നീ ഇത്ര കാലം ചെയ്ത ഹറാമാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കൈമലർത്താം, വിരല് കടിക്കുകയാണ്. നമുക്കപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനൊരവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. ഓരോന്നും ചെയ്യുന്നതിന് മുമ്പ് പഠിക്കണം, പറയുന്നതിന് മുമ്പ് പഠിക്കണം, വിശ്വസിക്കുന്നതിന് മുമ്പ് പഠിക്കണം. അത് ഓരോ മുസ്ലിമിനും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.